തുടക്കത്തില് പൊളിച്ചെടുക്കാൻ നോക്കിയ ചില മേഖല പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. നോ 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 നോ, ഇത് നീ ജനിപ്പിച്ചതല്ല, ഇത് നീ തുടങ്ങിയതല്ല, നാട്ടുകാർ തുടങ്ങിയതല്ല, നിന്റെ കുടുംബക്കാർ തുടങ്ങിയതല്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെ അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു, യഹൂദ താമാറിൽ പാരസിനെയും സാരങ്ങിനെ ജനിപ്പിച്ചു, പാരസ് ഗർസോനെ ജനിപ്പിച്ചു, ഗർസോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാവിനെ ജനിപ്പിച്ചു, അമ്മീനാദാം നഹ്ശോനെ ജനിപ്പിച്ചു, നഹ്ശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഗാവിൽ ബോബസിനെ ജനിപ്പിച്ചു, ബോബസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദ് ഊരിയാന്റെ ഭാര്യയായിരുന്ന ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രഹോബിയാവിനെ ജനിപ്പിച്ചു, രഹോബെ അബിയെ ജനിപ്പിച്ചു, അബി ആസയെ ജനിപ്പിച്ചു, ആസ യോശേഫാത്തിനെ ജനിപ്പിച്ചു, യോശേഫാത്ത് ഉസിയ യോരാമിനെ ജനിപ്പിച്ചു, യോരാ ഉസിയ ജനിപ്പിച്ചു, ഉസിയ യോഥാവിനെ ജനിപ്പിച്ചു, യോധ ആകാസിനെ ജനിപ്പിച്ചു, ആകാശ് ഹിസ്കിയാവിനെ ജനിപ്പിച്ചു, ഹിസ്കിയ മനേശയെ ജനിപ്പിച്ചു, മനേശ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശുവയെ ജനിപ്പിച്ചു, യോശുവ യൊക്കന്നാവിനെ അവന്റെ സഹോദരന്മാരെ ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു, ബാബേൽ പ്രവാസകാലം കഴിഞ്ഞ് യൊക്കന്നാവ് ശെയ്ത്തേലിനെ ജനിപ്പിച്ചു, ശെയ്ത്തേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു, സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു, അബിഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു, എല്യാക്കീം ആസോരിനെ ജനിപ്പിച്ചു, ആസോര് സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആഹീമിനെ ജനിപ്പിച്ചു, ആഹീം ഏലിഹൂദിനെ ജനിപ്പിച്ചു, ഏലിഹൂദ് ഏലിയാസറിനെ ജനിപ്പിച്ചു, ഏലിയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവ് യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശുവിനെ ജനിപ്പിച്ചില്ല. യേശു ജനിച്ചു, യേശു ജനിച്ചു. കമോൺ, ദൈവാത്മാവിൽ ഞാൻ ഇവിടെ പറയുന്നു, ഇത് ജനിപ്പിച്ചതല്ല, ഇത് ജനിച്ചതാ. ഇത് ജനിച്ചതായതുകൊണ്ട് ലാസ്റ്റ് മൂമെന്റിൽ ദൂത് പറയാനുണ്ട്. ഇതിനെ തൊടാൻ ഒരു ഹെരോദാവിന് കഴിയത്തില്ല. ഇത് തലമുറകൾക്ക് വേണ്ടി കൈമാറുന്ന പ്രോമിസാ. ദൂതേറ്റെടുത്തു. ഇത് ജനിപ്പിച്ചതല്ല. അടുത്തിരിക്കുന്നവരൊക്കെ പറ, നിങ്ങളുടെ വാക്തത്വം ദൈവം ജനിപ്പിച്ചതാ. മനുഷ്യൻ പറഞ്ഞു പറ, നിന്റെ തലമുറയെ ദൈവം ജനിപ്പിച്ചതാ, നിന്റെ കുഞ്ഞിനെ ദൈവം ജനിപ്പിച്ചതാ, നിന്റെ വാക്തത്വത്തെ ദൈവം ജനിപ്പിച്ചതാ. എന്നോടുള്ള പ്രോമിസ്, ഞാൻ ദൈവത്താൽ ജനിച്ചതാ. പിന്നെ ഉദരത്തി വെച്ച് ദൈവം ഉദരത്തി കരുതി. ഒന്നാമത്തെ കരുതൽ. കാരണം ഉദരത്തിൽ ജനിച്ചപ്പം തന്നെ യോസേഫ് പുണ്യവാളൻ ഗൂഢമായി